കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രശാന്ത് മലവേൽ, കടുവയുടെ ആക്രമണത്തിൽ 10 വർഷത്തിനിടെ 8 പേർ, അതിൽ 8ാമത്തെ ആളാണ് ഇപ്പോൾ നമ്മൾ കണ്ട രാധ. കടുവയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കരുതിയിടത്ത് പോലും കടുവ ഇറങ്ങുകയാണല്ലോ പ്രശാന്ത്. വനംവകുപ്പ് എന്താണ് അവിടെ ചെയ്യുന്നത്? വയനാട്ടിൽ അതിദാരുണമായിട്ടുള്ള സംഭവങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാർഷിക വിളകളാണ് വന്യമൃഗങ്ങൾ നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക്, തുടർച്ചയായി മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അലമുറയിടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. കാടും നാടും അടിയന്തരമായി വേർതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഓരോ പ്രയാസങ്ങൾ കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ ഏതെങ്കിലും വിധത്തിൽ തണുപ്പിച്ച് അതിനെ ലഘൂകരിച്ച് ഇവിടുത്തെ വനം വകുപ്പ് അത് ലഘൂകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നോക്കൂ, ഇത് മാനന്തവാടി ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പല മേഖലകളിലും വയനാട്ടിലെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ അടക്കം വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ കാടിനോട് ചേർന്ന് മാത്രമല്ല, ഇപ്പോൾ നാട്ടിലും നഗരപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം. നോക്കൂ, നമ്മളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കണം, നമ്മളുടെ മക്കൾക്ക് വീടിന്റെ മുറ്റത്ത് കളിക്കണം. ഇവരെയൊക്കെ, ഈ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ടുപോയാൽ പോലും, കടുവ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നാൽ ഇത് എടുത്തുകൊണ്ടുപോയാൽ പോലും ആരും അറിയാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, കാടും നാടും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കാടും നാടും വേർതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിൽ കേന്ദ്രത്തിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി അടിയന്തരമായിട്ട് അത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് കഴിഞ്ഞ 2 കൊല്ലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ എന്തെങ്കിലും ദാരുണമായിട്ടുള്ള സംഭവം വന്നാൽ സംസ്ഥാനത്തെ ഭാഗത്ത് നിന്ന് നേരെ കേന്ദ്രത്തിന് കുറ്റം പറയും. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അലമുറ ഇട്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ലാതെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടോ ഒരു സംവിധാനമോ ഇന്ന് വരെ ഇവിടെ എവിടെയും അവതരിപ്പിച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളടക്കം മുന്നിലുണ്ടാകുമെന്ന്. ശ്രീ പ്രശാന്ത് മലവേൽ, അങ്ങനെയാണെങ്കിൽ കടുവ സെൻസസ് കഴിഞ്ഞ 3 വർഷം മുൻപ് വയനാട്ടിൽ നടന്നപ്പോൾ അതിൽ വയനാട്ടിൽ 2022 കണക്കാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കടുവ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടാകും. 157 കടുവകൾ വയനാട്ടിലുള്ളതായി ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയതാണ്. അതിൽ 130 കടുവകൾ വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ. അപ്പോൾ ഈ വനത്തിന്റെ വിസ്തൃതിയെ താങ്കൾക്ക് അറിയാമല്ലോ. 344 കിലോമീറ്റർ വിസ്തീർണമുള്ള വനത്തിൽ 130 കടുവകൾ, അതായത് ഒരു കടുവയ്ക്ക് ആവാസ മേഖലയായി കിട്ടുന്നത് 2.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. അങ്ങനെ അത്രയും ചുരുക്കത്തിലുള്ള ഒരു ആവാസ മേഖലയിൽ ഒരു കടുവ കഴിയില്ല. കടുവയുടെ ഒരു രീതിയും അതുപോലെ തന്നെ കടുവയുടെ ഒരു ആവാസ വ്യവസ്ഥ, കടുവ തന്നെ നിജപ്പെടുത്തുന്നത് അതിലും വലിയ ഒരു ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായും വനത്തോട് ചേർന്നുള്ള ഇടങ്ങളിൽ കടുവ ഇറങ്ങി വരുമെന്നുള്ളത് ഉറപ്പാണ്. കടുവകളുടെ എണ്ണം ഇത്രയും ആകുമ്പോൾ ഒന്നുകിൽ കടുവകളെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള സംവിധാനം ഒരുക്കണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായം കൂടിയേ തീരൂ. അത് ഉണ്ടാകുമോ എന്നതാണ് പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം.